Hi, hello, my dear students. My dear children, this is the part 4 video of our chapter 8 Democracy and Indian Experience. പ്രിയപ്പെട്ട കുട്ടികളെ, ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് നമ്മുടെ ചാപ്റ്റർ 8 ഹിസ്റ്ററി നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് വേണം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ബുക്ക് തുറന്നു വയ്ക്കുക. ഓക്കെ, ഇന്ന് നമ്മുടെ ഈ ഒരു പാർട്ടിലെ 2 മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ നിർഭയ മൂവ്മെൻറ്റും ഒക്കെ നമ്മൾ പാർട്ട് 3 വീഡിയോയിൽ പഠിച്ചു. അതേപോലെ അടുത്ത 2 മൂവ്മെൻറ്റ്സാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഡെമോക്രസിക്ക് സംഭാവന നൽകിയ, അല്ലെ ഡെമോക്രസിയെ കുറച്ചുകൂടി ഊർജിതമുള്ള ഒരു ഡെമോക്രസിയാക്കി മാറ്റിയ മൂവ്മെൻറ്റ്സാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ പഠിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നും. നമ്മളിത് പഠിക്കണം. കാരണം ഇന്ത്യൻ ഡെമോക്രസി ഓരോ ദിവസവും സ്ട്രോങ് ആയി വന്നത് മനുഷ്യരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടാണ്. ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? അവിടുത്തെ പീപ്പിളാണ്. അപ്പോൾ പീപ്പിളിൻ്റെ ഒരു ഇടപെടൽ ഡെമോക്രസിയിൽ ഇന്ത്യയിൽ നടന്നു. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടുത്തെ പീപ്പിളിനുണ്ടായിരുന്നു. നമുക്ക് മറ്റ് ലോകരാജ്യങ്ങളെയൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അവിടെ പീപ്പിളിൻ്റെ ഇടപെടൽ ഒരു രാജ്യത്തെ അല്ലെ ഒരു അഡ്മിനിസ്ട്രേഷനിലെ ഒരു സൊസൈറ്റിയിലെ വളരെ കുറവാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറയും, പീപ്പിൾ അനുസരിക്കും. അതാണ് മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനല്ല. ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷനാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? വിമൻ മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചത് എന്തിനാണ്? ആൻറ്റി അറക് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ നിർഭയ മൂവ്മെൻറ്റ്, ഇതൊക്കെ എന്താ നമ്മൾ പഠിച്ചത്? വിമൻ പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഡെമോക്രസിയിൽ നന്നായിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇവിടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ ഡെമോക്രസിയുടെ പ്രത്യേകത ഏതാ? നമുക്ക് എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്, ആരെയും മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ 2 കൂട്ടരെയാണ് പഠിക്കുക. 2 മൂവ്മെൻറ്റ്സിനാണ് പഠിക്കുക. എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സും പെസൻറ്റ് മൂവ്മെൻറ്റ്സും. നമുക്കറിയാം എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ പാസ്റ്റിലേക്ക് പോയാൽ, നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് തുടങ്ങി. അപ്പോൾ ആരായിരുന്നു, എന്തൊക്കെയാണ് ആ മൂവ്മെൻറ്റ്സ്, ആരൊക്കെയായിരുന്നു ഈ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, ആ ഓർഗനൈസേഷൻസ് ഏതൊക്കെയായിരുന്നു, നമുക്കൊന്ന് പഠിക്കാം. എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്. ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? വാട്ട് വാസ് ദ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്? ഓർ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്. Environmental movements emerge against the environmental problems created by unscientific development and its result in denial of social justice. So, in India, we can see unscientific developments. വളരെ നല്ലതാണ്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ചില ഡെവലപ്മെൻ്റൽ രീതികളാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആൻഡ് ഇറ്റ്സ് റിസൾട്ട് ഇൻ ഡിനയൽ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ് ഈ സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് അതുകൊണ്ട് കിട്ടുന്നില്ല. വൈ? ബിക്കോസ് ഓഫ് ദിസ് അൺസയൻറ്റിഫിക് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ്. സോ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് എമർജ് against the environmental problems created by unscientific developmental activities and its result in denial of social justice. These movements primarily address the environmental and social problems caused by a large-scale irrigation projects, industries, mining, deforestation, etc. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് എല്ലാം അഡ്രസ്സ് ചെയ്തത് അവരുടെ എല്ലാം പ്രൊട്ടസ്റ്റ് എന്തിനെ പറ്റിയായിരുന്നു? ലാർജ് സ്കെയിൽ ഇറിഗേഷൻ പ്രോജക്റ്റിനെതിരെയായിരുന്നു. ലാർജ് സ്കെയിൽ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണ്? ആ ഒരു പ്രദേശത്തെ തന്നെ അത് നശിപ്പിച്ച് കളയും. അവിടുത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. അപ്പോൾ ലാർജ് സ്കെയിൽ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് ഡാംസ് ആണ്, ഡാമുകൾ. നമുക്കറിയാം വലിയ ഡാമുകൾ നദിക്ക് കുറുകെ അണ കെട്ടി
വലിയ ഡാമുകൾ ഉണ്ടാക്കി വെള്ളത്തെ സ്റ്റോർ ചെയ്തിട്ട് അത് ലാർജ് സ്കെയിൽ ഇറിഗേഷൻ പ്രോജക്റ്റുകളെ, ഇന്ദിരാഗാന്ധി പ്രോജക്റ്റൊക്കെ നമുക്കറിയാം, രാജസ്ഥാനിലെ ഇന്ദിരാഗാന്ധി കനാൽ, ഇന്ദിരാഗാന്ധി പ്രോജക്റ്റ് അല്ലേ, അങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റുകളെ ആ പ്രദേശത്ത് വലിയ എൻവയോൺമെൻ്റലായിട്ടുള്ള വലിയ നാശങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഈ എൻവയോൺമെൻ്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായത് ഇതുപോലുള്ള വലിയ പ്രോജക്റ്റുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് എല്ലാം ഇതിനെതിരായിരുന്നു. ലാർജ് സ്കെയിൽ ഇറിഗേഷൻ പ്രോജക്റ്റ്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? പൊല്യൂഷനാണ് അല്ലേ. അത് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കും, എയർ പൊല്യൂഷൻ ഉണ്ടാകും, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാകും. 3 തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇൻഡസ്ട്രി. അപ്പോൾ അതിനെതിരെയും എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇൻഡസ്ട്രീസ്. ദെൻ മൈനിങ്, നമ്മുടെ പ്രകൃതിയെ തന്നെ നശിപ്പിച്ച് കളയുന്ന നെക്സ്റ്റായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ മൈനിങ്. നമുക്കറിയാം വലിയ മൈനുകൾ ആ പ്രദേശത്ത് എർത്ത് വരെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എർത്ത് പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ മൈനിങ്ങിനെതിരെയായിരുന്നു. ഡീഫോറസ്റ്റേഷൻ, വനങ്ങൾ കണ്ടമാനം നശിപ്പിച്ച്, വൻതോതിൽ വനങ്ങൾ നശിപ്പിച്ച് അവിടെ നിന്നുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കുന്നു. അപ്പോൾ വനത്തിലുള്ള മുള അതുപോലെയൊക്കെയുള്ള തടികളൊക്കെ പോലുള്ള കാര്യങ്ങൾ വൻതോതിൽ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നു. ഇപ്പം ഇതിനൊക്കെ എതിരായിരുന്നു ഈ എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് വന്നത്. സോ ദീസ് മൂവ്മെൻറ്റ്സ് പ്രൈമർലി അഡ്രസ് ദ എൻവയോൺമെൻ്റൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ലാർജ് സ്കെയിൽ ഇറിഗേഷൻ പ്രോജക്ട്സ്, ഇൻഡസ്ട്രീസ്, mining, deforestation, etc. These are many major environmental movements that have attracted attention at the all India level. But there are so many environmental movements in India or which attracted attention at the all India level. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ചിപ്കോ മൂവ്മെൻറ്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. നമുക്ക് ധാരാളം എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ 3 നമ്മൾ എടുത്തു പറയുക. 3 ഏറ്റവും പ്രധാനപ്പെട്ട 3 എക്സാമ്പിളായിട്ട് നിങ്ങൾ എഴുതുക. ചിപ്കോ മൂവ്മെൻറ്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. അപ്പോൾ എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് എന്തിനു വേണ്ടിയായിരുന്നു? എൻവയോൺമെൻറ്റിൻ്റെ ഡിസ്ട്രക്ഷനെതിരെ, അൺസയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിനെതിരെ ആയിരുന്നു ഈ മൂവ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ലാർജ് സ്കെയിൽ ഇറിഗേഷൻ പ്രോജക്റ്റ്, ഇൻഡസ്ട്രീസ്, മൈനിങ്, ഡീഫോറസ്റ്റേഷൻ. അങ്ങനെ പ്രധാനപ്പെട്ട എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് എക്സാമ്പിളായിട്ട് പറയുന്നത് ചിപ്കോ മൂവ്മെൻറ്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് ഇൻ ദ പ്രസൻറ്റ് ഡേ ലൈഫ്? ഇന്നത്തെ കാലത്തും ഈ എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സിന് വളരെ വലിയ റെലവൻസ് ഉണ്ട്, വലിയൊരു പ്രാധാന്യമുണ്ട്. എന്താണ് ആ പ്രാധാന്യം? ദ എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് ഹാവ് ബീൻ ഏബിൾ ടു ഇൻ്റർവെൻസ് ഇൻ മെനി പ്രസൻറ്റ് ഡേ ഇഷ്യൂസ്. ഇന്നത്തെ പല ഇഷ്യൂസിലും, പല പ്രശ്നങ്ങളിലും എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സിനെ ഇൻ്റർവെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല, അതിനിയും തുടരണം. കാരണം എന്താണ്? അതിന് നമ്മുടെ ഇന്നത്തെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പല ഇഷ്യൂസിലും അതിന് ഇടപെടാൻ പറ്റും. അതുകൊണ്ട് എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ പാടില്ല, അത് കണ്ടിന്യൂ ചെയ്യണം. കാരണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ, പ്രകൃതിയെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് വേണം. അപ്പോൾ അതിൻ്റെ റെലവൻസ് എന്താണെന്ന് നോക്കിയേ. ദിസ് എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് ക്യാൻ ഇൻ്റർവെൻസ് ഇൻ മെനി പ്രസൻറ്റ് ഡേ ഇഷ്യൂസ്. ഏതൊക്കെ ഇഷ്യൂസിലാണ് അവർക്ക് ഇൻ്റർവെൻസ് ചെയ്യാൻ പറ്റുന്നത്? ദ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, എക്കാലത്തും ആവശ്യമുള്ളതല്ലേ. കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയാണ്? എയർ, വാട്ടർ, അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ കൺസർവ് ചെയ്യുക. ദെൻ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുക, അതിനും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് വേണം. ഫോർമുലേഷൻ ഓഫ് എൻവയോൺമെൻ്റൽ പോളിസീസ്, ഗവൺമെൻറ്റിൻ്റെ എൻവയോൺമെൻ്റൽ പോളിസീസിൽ അതിൻ്റെ ഫോർമുലേഷനിൽ ഇവർക്ക് ഇടപെടാൻ പറ്റും, എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് ഓർഗനൈസേഷൻസിന്. ദെൻ ക്രിയേറ്റിംഗ് എൻവയോൺമെൻ്റൽ അവെയർനെസ്, ജനങ്ങൾക്ക് എൻവയോൺമെൻ്റൽ അവെയർനെസ് കൊടുക്കാൻ എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സ് മസ്റ്റാണ്. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് മസ്റ്റായിട്ട് വേണം. കാരണം എന്താ? അതിലെ മെമ്പേഴ്സിനെങ്കിലും അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ദേ ക്യാൻ ക്രിയേറ്റ് എൻവയോൺമെൻ്റൽ അവെയർനെസ്. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്,
എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്? പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയിലെ എല്ലാത്തിനെയും അതിനെ പ്രിസർവ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതാണല്ലോ വേണ്ടത്, പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള ഡെവലപ്മെൻറ്റ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റി എപ്പോഴും ജനങ്ങളെ അവെയർ ചെയ്യാനും ഗവൺമെൻറ്റിനെ അവെയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് വളരെ റിലവൻ്റ് ആണ്. അതുകൊണ്ട് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ആർ റിലവൻറ്റ് ടുഡേ, present day life also. Okay, they can intervene in many present day issues like conservation of natural resources, conservation of biodiversity, formulation of environmental policies, creating environmental awareness in people, then sustainable development. Okay, then നമ്മളിനി ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ രീതി? നമുക്കൊരു പിക്ചർ തന്നിട്ട് ആ പിക്ചറിലുള്ള വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ പേരെഴുതുക, എന്നിട്ട് ഡീറ്റെയിൽസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന പിക്ചർ ഏതാണെന്ന് നോക്കിയേ. ഇത് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ഒരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ലീഡറിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്, സുന്ദർലാൽ ബഹുഗുണ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ദിസ് ഈസ് സുന്ദർലാൽ ബഹുഗുണ, ദ ലീഡർ ഓഫ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ചിപ്കോ മൂവ്മെൻറ്റ്. ഇദ്ദേഹം ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ലീഡറായിരുന്നു, സുന്ദർലാൽ ബഹുഗുണ. അപ്പോൾ അതാണ് ആദ്യം എഴുതേണ്ടത്. ഹി വാസ് ദ ലീഡർ ഓഫ് ചിപ്കോ മൂവ്മെൻറ്റ് ആൻഡ് ഹിസ് നെയിം സുന്ദർലാൽ ബഹുഗുണ. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ദിസ് ചിപ്കോ മൂവ്മെൻറ്റ് they oppose the felling of trees in large scale for industrial purposes in the Himalayan region in Uttarakhand. അപ്പോൾ അന്ന് കാലത്ത് ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ റീജിയനിൽ നിന്ന് ധാരാളം തടികൾ വെട്ടി നമ്മുടെ ഫാക്ടറികളിലേക്കൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ഈ ചിപ്കോ മൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ മരമുറിക്കെതിരെയാണ്, ഡീഫോറസ്റ്റേഷനെതിരെയാണ് ചിപ്കോ മൂവ്മെൻറ്റ് വന്നത്. അപ്പം മരങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളതായിരുന്നു ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ അവരുടെ ഐഡിയ. ദെൻ ദേ സ്റ്റുഡ് അപ്പ് ഫോർ ദി റൈറ്റ് ഓഫ് ദി ഇൻഡിജിനസ് പീപ്പിൾ ഓവർ ഫോറസ്റ്റ് റിസോഴ്സസ്. ഫോറസ്റ്റ് റിസോഴ്സസിന് ഏറ്റവും അർഹതപ്പെട്ടവരാരാണ്? ഈ ഫോറസ്റ്റ് റിസോഴ്സസ് ഉപയോഗിച്ച് ജീവിക്കുന്ന ട്രൈബൽസ്, അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ, അവിടുത്തെ പ്രദേശവാസികളുടെ ആ ഒരു റൈറ്റിന് വേണ്ടി ഇവർ പോരാടി. ദേ സ്റ്റുഡ് അപ്പ് ഫോർ ദ റൈറ്റ് ഓഫ് ദ ഇൻഡിജിനസ് പീപ്പിൾ ഓവർ ഫോറസ്റ്റ് റിസോഴ്സസ്. നമുക്കറിയാം ഫോറസ്റ്റ് ലോസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശവാസികളെ ഫോറസ്റ്റിൽ പ്രവേശിക്കാനോ അവിടുത്തെ ഫോറസ്റ്റ് പ്രോഡക്റ്റുകളെ അവർക്ക് എടുക്കാനോ സാധിക്കാത്ത അവസ്ഥ വന്നു. അതിനെതിരെയും ചിപ്കോ മൂവ്മെൻറ്റ് പ്രവർത്തിച്ചു. ദെൻ വിമൻസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ധാരാളം വിമൻ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. വിമൻ പാർട്ടിസിപ്പേഷൻ, ധാരാളം മെമ്പേഴ്സും അവർക്കുണ്ടായിരുന്നു, വിമൻ മെമ്പേഴ്സ് ആൻഡ് ലീഡർഷിപ്പ്. ദെൻ എ ഫോം ഓഫ് സ്ട്രഗിൾ ഇൻവോൾവിങ് എംബ്രൈസിങ് ട്രീസ്. ഈ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവരെ ട്രീകളെ എംബ്രൈസ് ചെയ്യും. എന്താണ്? ട്രീകളെ കെട്ടിപ്പിടിക്കും. ട്രീകളെ എംബ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ആലിംഗനം ചെയ്യുക. ട്രീകളെ ആലിംഗനം ചെയ്തുകൊണ്ട് ട്രീകളോടുള്ള അവരുടെ ഒരു സ്നേഹം, അവരുടെ ഒരു കരുതൽ അവർ കാണിച്ചിരുന്നു. അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇപ്പോൾ ഈ സുന്ദർലാൽ ബഹുഗുണയൊക്കെ നമ്മൾ പലപ്പോഴും ചിത്രങ്ങളിൽ കാണുന്നത് ഒരു ട്രീയെ എംബ്രൈസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ്. ഓക്കെ, അപ്പോൾ എംബ്രൈസിങ് ട്രീസ് അതവരുടെ ഒരു ഫോം ഓഫ് സ്ട്രഗിൾ ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം ഗാന്ധിജി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പല ഫോംസ് ഓഫ് സ്ട്രഗിൾ ഉണ്ട്. എന്തൊക്കെയാണ്? ഫാസ്റ്റിംഗ് എടുക്കുക, അതുപോലെ തന്നെ പിക്കറ്റിംഗ് നടത്തുക. അതുപോലെ ചിപ്കോ മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ച ഒരു പുതിയ രീതിയിലുള്ള ഒരു ഫോം ഓഫ് സ്ട്രഗിളായിരുന്നു എംബ്രൈസിങ് ട്രീസ്. അപ്പോൾ സുന്ദർലാൽ ബഹുഗുണയാണ് നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹം ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ലീഡറായിരുന്നു. അതൊരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഉത്തരാഖണ്ഡിലെ ട്രീ കട്ട് ചെയ്യുന്നതിനെതിരെയാണ് ഇവർ വന്നത്. ട്രീസിൻ്റെ സംരക്ഷണമായിരുന്നു ഇവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പിക്ചർ ഇതാരാന്ന് നോക്കിയേ. ഈ പിക്ചറിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇത് ലീഡർ ഓഫ് നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധ പട്കർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് മേധ പട്കർ. അവരെ നർമ്മദ ബച്ചാവോ ആന്തോളൻ
അടുത്ത ഒരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ആ മൂവ്മെൻറ്റിൻ്റെ ലീഡറായിരുന്നു മേധ പാട്കർ. അപ്പോൾ നിങ്ങൾ ആദ്യം അത് എഴുതുക. മേധ പാട്കർ, ദ ലീഡർ ഓഫ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. എ മൂവ്മെൻറ്റ് ഫോംഡ് എഗെയിൻസ്റ്റ് ദ സർദാർ സരോവർ പ്രോജക്റ്റ് ഓൺ ദ നർമ്മദ റിവർ. നമുക്കറിയാം നർമ്മദ, താപ്തി എന്നൊക്കെ പറയുന്ന റിവേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിവേഴ്സാണ്. ഈ റിവേഴ്സ്, അതിൽ നർമ്മദ റിവറിലെ ഒരു വലിയ പ്രോജക്റ്റ്, ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോയി. അതിൻ്റെ പേരാണ് സർദാർ സരോവർ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിനെതിരെയായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. നമുക്കറിയാം ബച്ചാവോ എന്നൊക്കെ പറയുന്നത് ഹിന്ദി വേർഡാണ്. നർമ്മദയെ രക്ഷിക്കൂ. ആന്തോളൻ എന്ന് പറഞ്ഞാൽ സമരം എന്നാണ് അതിൻ്റെ അർത്ഥം. വർക്ക് എഗെയിൻസ്റ്റ് ദ ഇവിക്ഷൻ ഓഫ് ട്രൈബൽ പീപ്പിൾ. ഈ നർമ്മദ നദിയിലുണ്ടാക്കിയ സർദാർ സരോവർ പ്രോജക്റ്റ് വന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ ഇവിക്ഷൻ ഉണ്ടാകുന്നത് അവിടുത്തെ ട്രൈബൽ പീപ്പിളിനായിരുന്നു. അപ്പോൾ ട്രൈബൽ പീപ്പിളിനെ അവിടുന്ന് ഇവിക്റ്റ് ചെയ്തിട്ടാണ്, അവരെ അവിടുന്ന് പുറത്താക്കിയിട്ട് വേണം ഈ ഒരു പ്രോജക്റ്റ് അവിടെ കൊണ്ടുവരാൻ. അവരുടെ ഇവിക്ഷനെതിരെ ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ ശബ്ദമുയർത്തി. ദേ വർക്ക്ഡ് എഗെയിൻസ്റ്റ് ദ ഇവിക്ഷൻ ഓഫ് ട്രൈബൽ പീപ്പിൾ. ദെൻ ദേ വർക്ക് ടു പ്രൊട്ടക്ട് ദ ലൈവ്ലിഹുഡ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ. അപ്പോൾ ട്രൈബൽ പീപ്പിളിനെ അവിടുന്ന് പുറത്താക്കിയാൽ അവരുടെ ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ടു പോകും. സോ ദിസ് മൂവ്മെൻറ്റ് ദേ വർക്ക് ടു പ്രൊട്ടക്ട് the livelihood of indigenous people. Okay, stood against unjust evictions and rehabilitation. നീതിയില്ലാതെ ഈ ട്രൈബൽസിനെ അവിടുന്ന് ഇവിക്റ്റ് ചെയ്യുകയും അവരെ റീഹാബിലിറ്റേഷൻ, വേറെ എവിടെയെങ്കിലും അവർക്ക് യാതൊരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരെ പറിച്ചു നടുകയും ചെയ്തു. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് പുറത്താക്കുന്നവരെ വേറൊരിടത്ത് കൊണ്ട് താമസിപ്പിക്കണമല്ലോ. അങ്ങനെ അവരെ പുനരധിവസിപ്പിച്ചത് അവർക്കൊട്ടും യോജിച്ച സ്ഥലത്തായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ എതിരെയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രവർത്തിച്ചത്. അതിൻ്റെ ലീഡറായിരുന്നു മേധ പാട്കർ. ഓക്കെ, അവർ ഇന്ത്യയിലെ ഈ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സിൻ്റെ ഏറ്റവും ജ്വലിക്കുന്ന ഒരു മുഖമാണ് മേധ പാട്കർ. ഓക്കെ, അപ്പോൾ മേധ പാട്കറിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ ലീഡറായിരുന്നു ഇവരെന്ന് പറയുക. അതെന്തിനു വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത പിക്ചർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ, ഇത് സൈലൻറ്റ് വാലി എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ പാർക്കാണ്. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അതും ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. സൈലൻറ്റ് വാലി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു വനപ്രദേശത്തെ രക്ഷിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു മൂവ്മെൻ്റാണ് ഈ സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. ഇവിടെ നമ്മൾ കാണുന്ന പിക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താണ് എഴുതേണ്ടത്? ദിസ് ഈസ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ പ്രപ്പോസ് സൈലൻറ്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഇവിടെ സൈലൻറ്റ് വാലിയിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് പ്ലാൻ ചെയ്തു. അവരൊരു പ്രോജക്റ്റ് തയ്യാറാക്കി. ആ പ്രോജക്റ്റിനെതിരെയായിരുന്നു സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. എ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ പ്രപ്പോസ്ഡ് സൈലൻറ്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. എന്താണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്? അതൊരു ഡാം ഉണ്ടാക്കി അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ ഇറിഗേഷന് വേണ്ടി ആ വെള്ളം ഉപയോഗിക്കുക. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്റ്റുഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് റെയിൻ ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. നമുക്കറിയാം സൈലൻറ്റ് വാലി ആ വനപ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബയോഡൈവേഴ്സിറ്റി ഉള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ അതൊരു വലിയ റെയിൻ ഫോറസ്റ്റ് ആണ്. അതിൻ്റെ പ്രിസർവേഷന് വേണ്ടി, അതിൻ്റെ കൺസർവേഷന് വേണ്ടിയാണ് ഈ ഒരു മൂവ്മെൻറ്റ് പ്രവർത്തിച്ചത്. അബാൻഡൻ ദ പ്രപ്പോസ്ഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഡ്യൂ ടു പബ്ലിക് അജിറ്റേഷൻ. അപ്പോൾ ഇവരുടെ ഈ ഒരു സൈലൻറ്റ് വാലി മൂവ്മെൻറ്റിന് ഇമ്പാക്റ്റ് ഉണ്ടായി. ഗവൺമെൻറ് തന്നെ ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, സൈലൻറ്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അബാൻഡൻ ചെയ്തു. അവരത് ഉപേക്ഷിച്ചു. ദ ഗവൺമെൻറ് അബാൻഡൻ ദ പ്രപ്പോസ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഡ്യൂ ടു പബ്ലിക് അജിറ്റേഷൻ. സൈലൻറ്റ് വാലി വാസ് ഡിക്ലെയർഡ് എ നാഷണൽ പാർക്ക്. അതൊരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. ദ ഗവൺമെൻറ് ഡിക്ലെയർഡ് സൈലൻറ്റ് വാലി ആസ് എ നാഷണൽ പാർക്ക്. അപ്പോൾ നമുക്കറിയാം ഒരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രദേശം രക്ഷപ്പെട്ടു. കാരണം എന്താണ്? പിന്നീട് അവിടെ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളോ അതുപോലെ തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള അതിൻ്റെ ഡീഫോറസ്റ്റേഷനോ നടക്കുകയില്ല. അത്രയ്ക്ക് സംരക്ഷിത പ്രദേശമായി അത് മാറും. സോ സൈലൻറ്റ് വാലി ഇറ്റ് വാസ് ഡിക്ലെയർഡ് എ നാഷണൽ പാർക്ക് ആൻഡ് ദ ഗവൺമെൻറ് അബാൻഡൻ ദ പ്രപ്പോസ്ഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഡ്യൂ ടു ദ പബ്ലിക് അജിറ്റേഷൻ. അപ്പോൾ ഇവർ വളരെ വലിയ സംഭാവനയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തത്, ഈ സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. അപ്പോൾ 3 മൂവ്മെൻറ്റുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്നാമത്തെ ചിപ്കോ മൂവ്മെൻറ്റ്, രണ്ടാമത്തെ നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെൻറ്റ്,
ആൻഡ് തേർഡ് വൺ സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. ഇതെല്ലാമാണ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്ക് ഈ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് കൊണ്ട് 3 നിയമങ്ങളാണ് ഇന്ത്യയിൽ പാസ്സായത്. ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2002-ൽ, 2006-ൽ, 2013-ൽ. The environmental protection laws enacted in India as a result of the interventions of environmental organizations. Environmental organizationsന്റെ ഇടപെടൽ കൊണ്ട്, അവരുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടായ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോസ് ഏതൊക്കെയായിരുന്നു? 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട്. നമ്മുടെ പാർലമെൻറ്റ് 2002-ൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് പാസ്സാക്കി. ഓക്കെ, 2006-ൽ ഒരു നിയമം ഉണ്ടായി, ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട്. ഷെഡ്യൂൾഡ് ട്രൈബും ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്, ട്രഡീഷണലായിട്ട് ഫോറസ്റ്റിൽ നിന്നും സാധനങ്ങളൊക്കെ, അവിടുത്തെ ഫോറസ്റ്റ് പ്രോഡക്റ്റ് ഗാദർ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി. അവർക്ക് നിർബാധം അങ്ങനെയുള്ള ഫോറസ്റ്റുകളിൽ അവരുടെ സാധനങ്ങൾ അവർക്ക് ശേഖരിക്കാം, അവർക്കത് വിൽക്കാം, അവർക്കത് ഉപയോഗിക്കാം, അങ്ങനെ അവരുടെ ജീവസന്ധാരണം നടത്താം. അതിനുവേണ്ടി കൊണ്ടുവന്ന ഒരു ആക്റ്റായിരുന്നു ദ ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട്. ഓക്കെ, ദെൻ 2013-ൽ ഒരു നിയമം നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കി. അതെന്തായിരുന്നു? ദ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട്. അതായത് ഇതുപോലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളോ ഡാമോ ഒക്കെ വരുമ്പോൾ അവിടെ നിന്ന് ഇവിക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട നിയമങ്ങളാണ് ഈ 2013-ലെ നമ്മുടെ ആക്ട്. എന്താണ് ആ ആക്ടിൻ്റെ പേര്? കുറച്ച് നീണ്ട ഒരു പേരാണ്. ദ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ. അവർക്ക് നല്ല കോമ്പൻസേഷൻ കൊടുക്കുക. അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അതിൻ്റെ പ്രതിഫലമായിട്ട് നല്ലൊരു കോമ്പൻസേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ. ലാൻഡ് അക്വിസിഷൻ ഒരു രാത്രി വിളക്കുമ്പോൾ പോയി അവരെ ഇറക്കി വിടാൻ പാടില്ല. അതിന് അതിൻ്റേതായ ഒരു ട്രാൻസ്പെറൻസി വേണം. അതാണ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുകയും റീസെറ്റിൽമെൻറ്റ് നടത്തുകയും ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു നിയമമായിരുന്നു 2013-ൽ വന്ന ഈ നിയമം. എന്താണ്? ദ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട്. ഇങ്ങനെ 3 ആക്റ്റുകളാണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ ഇൻട്രാക്ഷൻ കൊണ്ട്, അവരുടെ ഇൻ്റർവെൻഷൻ കൊണ്ടുണ്ടായ ഇന്ത്യയിലെ നിയമങ്ങൾ. 2002, 2006, 2013. ഓക്കെ, environmental and social problems created as a result of developmental activities of the present period. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എൻവയോൺമെൻറ്റിൽ എതിരാകുമ്പോൾ എന്തെല്ലാം എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാകും, എന്തെല്ലാം സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകും. നമുക്കതിനെ 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ഈ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓക്കെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എൻവയോൺമെൻറ്റിന് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന അടുത്ത പ്രശ്നം എന്താണ്? ഗ്ലോബൽ വാർമിംഗ്, ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകും, റിസോഴ്സ് ഡിപ്ലീഷൻ സംഭവിക്കും. എന്താണ് ഈ റിസോഴ്സ് ഡിപ്ലീഷൻ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ് ആയ മിനറൽ റിസോഴ്സസ്, അതുപോലെ തന്നെ എനർജി റിസോഴ്സസ്, പെട്രോളിയം പോലുള്ള എനർജി റിസോഴ്സസ്, ഇതെല്ലാം ഡിപ്ലീഷനിലേക്ക് പോകും. എന്താണ് ഡിപ്ലീഷൻ എന്നുള്ളതിൻ്റെ മലയാളം വാക്ക്? അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകും, അതില്ലാതായി പോകും. കോള്, അതുപോലെ പെട്രോളിയം, മിനറൽ റിസോഴ്സസ്, വാട്ടർ, സോയില്, ഇതൊക്കെ ഡിപ്ലീഷനിലേക്ക് പോകും. ഇതൊക്കെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ആണ്. ഇനി നമുക്ക് സോഷ്യലി ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇന്നീക്വാളിറ്റി, പോവർട്ടി, പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ്, ക്ലൈമാറ്റിക് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ വരുമ്പോഴാണ്, പൊല്യൂഷനും ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടാകുന്നത്. പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ്, ഇന്നീക്വാളിറ്റി, പോവർട്ടി, റിസോഴ്സ് ഡിപ്ലീഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇന്നീക്വാളിറ്റി, പോവർട്ടി. ദെൻ ഫുഡ് ആൻഡ് വാട്ടർ ഇൻസെക്യൂരിറ്റി, പൊല്യൂഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ് ഫുഡ് ഇൻസെക്യൂരിറ്റി, വാട്ടർ ഇൻസെക്യൂരിറ്റി. സോഷ്യൽ അൺട്രസ്റ്റ്, വയലൻസ്.
അപ്പോൾ രാജ്യത്ത് പോവർട്ടിയും ഇന്നീക്വാളിറ്റിയും പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? വയലൻസ്. ആളുകൾ വയലൻ്റ് ആവും. വയലൻസ്, സോഷ്യൽ അൺട്രസ്റ്റ്, എപ്പോഴും സ്ട്രൈക്കും സമരങ്ങളും ഒക്കെയായി രാജ്യത്ത് വലിയ അൺട്രസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കൊണ്ട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസും ഉണ്ടാകാം, സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാം. അതിൻ്റെ ഒരു ലിസ്റ്റാണ് ടീച്ചർ തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പെസൻറ്റ് മൂവ്മെൻറ്റ്സിനെ പറ്റി പഠിക്കാം. പ്രിപ്പയർ എ നോട്ട് ഓൺ പെസൻറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയിലെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ആരാണ്? പെസൻസ് ആണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളതായിരുന്നു പണ്ട് നമ്മുടെ ഒരു സ്ലോഗൻ തന്നെ, അല്ലേ? ഇന്ത്യയെ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് ആൾക്കാരെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പിനെയാണ് അന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. ആരൊക്കെയായിരുന്നവരെ? ജവാൻ, കിസാൻ. ജവാൻ ആരാണ്? സോൾജിയേഴ്സ്, നമ്മുടെ അതിർത്തി കാക്കുന്ന നമ്മുടെ സോൾജിയേഴ്സ്. രണ്ടാമത്തെ ആരാണ്? നമുക്ക് ഫുഡ് തരുന്ന നമ്മുടെ പെസൻസ്. നമ്മുടെ എല്ലാം തീറ്റിപ്പോറ്റുന്നവരാണ് നമ്മുടെ പെസൻസ്. അപ്പോൾ നമുക്ക് പെസൻറ്റ് മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് ഇനി പഠിക്കാനുള്ളത്. ന്യൂമറസ് മൂവ്മെൻറ്റ്സ് ഹാവ് എമർജ് ഇൻ ഇന്ത്യ അഡ്രസ്സിങ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫാർമേഴ്സ്. ഫാർമേഴ്സിൻ്റെ പ്രോബ്ലംസ് അതൊരിക്കലും അവസാനിക്കാത്ത പ്രോബ്ലംസാണ്. അവരെ നമുക്ക് അന്നം തരുന്നവരാണെന്നൊക്കെ പറയുമെങ്കിലും അവരുടെ പ്രോബ്ലംസിൽ എത്ര പേര് ഇടപെടുന്നുണ്ട്? എത്ര ഗവൺമെൻറ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്? ആരുമില്ല, അല്ലേ? വളരെ കുറവാണ്. മറ്റു ഗ്രൂപ്പുകൾക്കൊക്കെ വലിയ പ്രൊട്ടക്ഷൻ ലഭിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാത്ത ആളുകളാണ് നമ്മുടെ ഈ ഫാർമേഴ്സ്. അപ്പോൾ ന്യൂമറസ് മൂവ്മെൻറ്റ്സ് ഫാർമേഴ്സിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. There were numerous movements emerged in India addressing the problems of farmers. The liberation policies introduced in our economic policy in the mid-1980s put agricultural sector in crisis. ഈ ഫാർമേഴ്സിന് ക്രൈസിസ് ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ലിബറേഷൻ പോളിസീസ് ആണ്. എന്താണ് ഈ ലിബറേഷൻ പോളിസി ഇൻ ഇക്കണോമിക് സെക്ടർ? നമുക്കറിയാം 1980s വരെ ഗവൺമെൻറ്റിനായിരുന്നു പ്രാധാന്യം, അതായത് പബ്ലിക് സെക്ടറിനായിരുന്നു പ്രാധാന്യം. ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വളരെ കൂടുതലായിരുന്നു 1980 വരെ. എന്നാൽ 1980 കഴിഞ്ഞ് നമ്മുടെ പോളിസികളൊക്കെ ഒന്ന്, ഇക്കണോമിക് പോളിസീസൊക്കെ ഒന്ന് നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗവൺമെൻറ് പോളിസി മാറ്റി. ഇക്കണോമിക് പോളിസി കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. അതൊരു പക്ഷേ ഫോറിൻ രാജ്യങ്ങളുടെയോ അല്ലെ UNO പോലുള്ള സംഘടനകളുടെയോ ഒക്കെ പ്രഷർ കൊണ്ടാകാം. നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തു? നമ്മുടെ ഇക്കണോമിക് പോളിസി വളരെ ലിബറലാക്കി മാറ്റി. ലിബറേഷൻ, ആ വാക്കോർത്തെ, ലിബറേഷൻ. ദ ലിബറേഷൻ പോളിസീസ്. എന്താണ് ഈ ലിബറേഷൻ പോളിസി? നമ്മൾ പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അവർ ഇക്കണോമിക് പോളിസി ചേഞ്ച് ഇൻ 1980s. Our government gave more importance to private sector than public sector. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പ്രശ്നം? അവിടുത്തെ ഏറ്റവും വലിയ മോട്ടീവ് എന്ന് പറയുന്നത്, പ്രൈവറ്റ് സെക്ടറിൻ്റെ ഏറ്റവും വലിയ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ ഈ പ്രോഫിറ്റിന് വേണ്ടി അവരെന്തും ചെയ്യും പ്രൈവറ്റ് സെക്ടർ. എന്നാൽ ഗവൺമെൻറ് എക്കണോമിക് സെക്ടറിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? വെൽഫെയർ ആണ് പ്രധാനപ്പെട്ട കാര്യം, പീപ്പിൾസ് വെൽഫെയർ. പക്ഷേ പ്രൈവറ്റ് സെക്ടറിലേക്ക് ഇത് മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ കോൺസെപ്റ്റ് മാറി. അവിടെ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് ആകും അതിൻ്റെ ഏറ്റവും വലിയ മോട്ടീവ്. അതുകൊണ്ട് ഈ പെസൻറ്റിൻ്റെ ജീവിതം വളരെ ക്രൈസിസിലേക്ക് പോയി. അഗ്രികൾച്ചറൽ സെക്ടർ തന്നെ ക്രൈസിസിലേക്ക് പോയി. കാരണം എന്താണ്? അവർക്ക് പ്രോഫിറ്റാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് വില കുറഞ്ഞു. നമ്മുടെ പെസൻസിനെ അവർക്ക് അവരുടെ ഇൻകം കുറഞ്ഞു. ഓക്കെ, നമുക്കിപ്പം തന്നെ നമുക്ക് നോക്കുക, നമ്മുടെ പെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്കൊന്നും വിലയില്ല. കാരണം എന്താണ്? ഇതിൻ്റെ ഇടനിലക്കാരും ഇതിൻ്റെ കച്ചവടക്കാരും മർച്ചൻസും ട്രേഡേഴ്സും അവരെല്ലാം വളരെ വിലക്കുറവിലാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ വളരെ ചെറിയ വിലയ്ക്ക് ഇത് കൊടുക്കേണ്ടി വരുന്നു. നമുക്കറിയാം നമ്മുടെ ഈ ഉള്ളി കർഷകരും പൊട്ടറ്റോ കർഷകരും ഒക്കെ അതൊക്കെ എടുത്ത് എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താ? 1 കിലോയ്ക്ക് 1 രൂപ പോലും അവർക്ക് കിട്ടുകയില്ല. സോ ദ ലിബറേഷൻ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ഇൻ അവർ ഇക്കണോമിക് പോളിസി ഇൻ ദ മിഡ് ഓഫ് 1980. ലിബറലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ, പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അഗ്രികൾച്ചറൽ സെക്ടർ ക്രൈസിസിലായി.
The reforms in the agriculture sector adversely affect production, food security, employment sector. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറലിസ്റ്റിന് കിട്ടുന്ന ഇൻകമാണ്, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ സെക്ടർ വലിയൊരു എംപ്ലോയ്മെൻറ്റ് സെക്ടറായിരുന്നു. പക്ഷേ ആ സെക്ടർ ഡിമിനിഷ് ആയിപ്പോയി. കാരണം എന്താ? അവർക്ക് ഇൻകം ഇല്ലാതെ വന്നു. ഫുഡ് സെക്യൂരിറ്റി കുറഞ്ഞു. ക്യാഷ് ക്രോപ്സ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. ഫുഡ് സെക്യൂരിറ്റി പോയി. അഡ്വേഴ്സ്ലി അഫക്റ്റ് പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഗുഡ്സ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു റീഫോംസ് എല്ലാം അഗ്രികൾച്ചറൽ സെക്ടറിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുകയും പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഫുഡ് സെക്യൂരിറ്റി, എംപ്ലോയ്മെൻറ്റ് സെക്ടർ എല്ലാം ഇഷ്യൂവിലേക്ക് പോവുകയും ചെയ്തു. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സംഘടനകളെന്ന് നമുക്ക് നോക്കാം. പെസന്റ് മൂവ്മെൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട സംഘടനകൾ ഭാരതീയ കിസാൻ യൂണിയൻ BKU, അത് ഉത്തർപ്രദേശ്. ഇനി ഉത്തർപ്രദേശ് സെക്കാരി സംഘതൻ മഹാരാഷ്ട്ര, റെയ്ത്ത സംഘ കർണാടക. എക്സാമ്പിൾസ് ഓഫ് ഫാർമർ മൂവ്മെൻറ്റ്സ്. റെയ്ത്ത സംഘ എന്ന് പറയുന്ന കർണാടകയിലെ ഒരു ഫാർമർ മൂവ്മെൻറ്റ്. സെക്കാരി സംഘടന എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രയിലെ പെസന്റ് മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ഭാരതീയ കിസാൻ യൂണിയൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭാരതീയ കിസാൻ യൂണിയൻ BKU ഇനി ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കർഷകരുള്ള സ്റ്റേറ്റാണ് UP. അവിടുത്തെ ഭാരതീയ കിസാൻ യൂണിയൻ. ഇതെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട പെസന്റ് മൂവ്മെൻറ്റ്സ് ആണ്. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഈ അടുത്ത കാലത്ത് നടന്ന ഡൽഹിയിൽ നടന്ന ഒരു കിസാൻ ഒരു പെസന്റ് മൂവ്മെൻ്റ് ഉണ്ട്, ഒരു പെസന്റ് സ്ട്രൈക്ക് ഉണ്ട്. അത് പ്രത്യേകം നമ്മൾ നോക്കണം. ദ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് എഗനിസ്റ്റ് ഓർഗനൈസ്ഡ് ബൈ സംയുക്ത കിസാൻ മോർച്ച. പഞ്ചാബിൽ നിന്നുള്ള കിസാൻസ് ആയിരുന്നു അവർ കൂടുതലും. സംയുക്ത കിസാൻ മോർച്ച എഗൻസ്റ്റ് ദ സെൻട്രൽ ഗവൺമെൻറ്റ്സ് അഗ്രികൾച്ചറൽ ലോസ് ഇൻ ഡൽഹി ഡ്യൂറിങ് 2021. അതായത് ഒരു 5 years പുറകോട്ട് പോയാൽ ഡൽഹിയിൽ മാസങ്ങളോളം കിടന്ന് പ്രത്യേകിച്ച് പഞ്ചാബിലെ കർഷകരെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും പെസൻസ് അവിടെ പോയി സമരം ചെയ്തു. പക്ഷേ അതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിഖ് വംശജരായിരുന്നു, പഞ്ചാബിൽ നിന്നുള്ള പെസൻസ് ആയിരുന്നു. അവരുടെ സംഘടനയുടെ പേരെന്താണ്? സംയുക്ത കിസാൻ മോർച്ച. 2021 നടത്തിയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചറൽ ലോസിനെതിരെ നടത്തിയ ഡൽഹിയിൽ നടന്ന ആ സമരം പ്രത്യേകം നമ്മൾ അനുസ്മരിക്കേണ്ടതാണ്. ദേ ഗെയിൻ സിഗ്നിഫിക്കൻ്റ് അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ പെസന്റ് മൂവ്മെൻറ്റ്സിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പെസന്റ് മൂവ്മെൻറ്റ്സ് ധാരാളം നടന്നിട്ടുണ്ട്. നമ്മുടെ 80s വന്ന ലിബറലൈസേഷൻ ഇക്കണോമിക് പോളിസീസുകളാണ് അവരുടെ ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട സംഘടനകളുടെ പേര് നമ്മൾ പഠിച്ചു. 2021 ഡൽഹിയിൽ നടന്ന സംയുക്ത കിസാൻ മോർച്ചയുടെ സ്ട്രൈക്കിനെ പറ്റിയും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എഴുതി നിങ്ങൾ അത് പൂർത്തിയാക്കുക. ഓക്കെ, അന്നത്തെ ഡൽഹി സമരത്തിൻ്റെ പിക്ചറാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ. സിഖ് കർഷകരാണ് അതിൻ്റെ ലീഡേഴ്സായിട്ട് വന്നത്. ഇന്ത്യ മുഴുവനുള്ള കർഷകർ അതിനകത്ത് പങ്കെടുത്തു. ഓക്കെ, 2021 നടന്ന സമരം സംയുക്ത കിസാൻ മോർച്ച. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് ധാരാളം മൂവ്മെൻറ്റ്സിനെ പറ്റി ഇന്ത്യയിൽ നടന്ന മറ്റ് ഗ്രൂപ്പുകളുടെ മൂവ്മെൻറ്റ്സുമായിട്ട് ടീച്ചർ വീണ്ടും എത്തുന്നതാണ്. അതുവരെയും താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.